നമസ്കാരം. നമുക്കെല്ലാവർക്കും സമ്പന്നരാകണം, നമ്മുടെ ജീവിതത്തിൽ പണം സമ്പാദിക്കണം, മുന്നേറണം, നല്ല ലൈഫ് സ്റ്റൈൽ വേണമെന്നൊക്കെ ആഗ്രഹിക്കാത്തവർ ആരും തന്നെ ഉണ്ടാകില്ല. പക്ഷേ എത്രത്തോളം പണം സമ്പാദിക്കുന്നു എന്ന് മാത്രമല്ല, ആ പണം അത് എങ്ങനെ കൃത്യമായി നമ്മൾ മാനേജ് ചെയ്യുന്നു, അതെങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്, അതെങ്ങനെയാണ് വളരുന്നത്. ഈ കാര്യങ്ങളെയൊക്കെ ആശ്രയിച്ചാണ് ഒരാൾ പണക്കാരനാകുന്നത്, സമ്പന്നനാകുന്നത്. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ വിഷയത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. സാമ്പത്തികമായിട്ട് വളരണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. അതുകൊണ്ട് തന്നെ എല്ലാ പ്രേക്ഷകരും തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. സമ്പന്നനാകണം, ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, അതോടൊപ്പം നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലേക്ക് എല്ലാവർക്കും ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ സമ്പന്നനാകാം എന്ന കാര്യത്തിലേക്ക് വരാം. നമ്മൾ പണക്കാരനാകുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പണം അതെങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് 50:30:20 എന്ന റൂൾ ഉപയോഗിച്ചാലോ. അതായത് നിങ്ങൾ സമ്പാദിക്കുന്നതിൻ്റെ 50% നിങ്ങളുടെ ആവശ്യ ചെലവുകൾക്കായിട്ട്, അതായത് റെന്റ്, ഫുഡ്, ട്രാൻസ്പോർട്ടേഷന് തുടങ്ങിയ കാര്യങ്ങൾ, അത്യാവശ്യമായി ഒഴിവാക്കാനാകാത്തമായ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഒരു 30% നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കായിട്ട്, ആഗ്രഹങ്ങൾ ഒരിക്കലും മാറ്റിവെക്കരുത്, ആഗ്രഹങ്ങൾക്കായിട്ട് നമ്മൾ പണം ചെലവഴിക്കണം. അതായത് നമ്മൾ പണം സമ്പാദിച്ചാൽ മാത്രം പോരാ, നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് കുറച്ചൊക്കെ നമുക്ക് ആസ്വദിക്കാനും സാധിക്കണം. അതായത് നമ്മുടെ ജീവിതത്തിലെ എൻ്റർടൈൻമെൻറ്റ്സ്, അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ പണം ചിലവാക്കണം. സിനിമകൾ കാണുക, ധാരാളം യാത്രകൾ ചെയ്യുക, അങ്ങനെ എൻ്റർടൈൻമെൻറ്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 30% മാറ്റി വയ്ക്കുക. ഇനി ഇതിലൊരു 20% ഉണ്ടല്ലോ, അത് നിങ്ങൾ സേവ് ചെയ്ത് അത് നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. 20% ഇൻവെസ്റ്റ്മെൻറ്റ്, ഇത് ഒരു പക്ഷേ പലരും ചിന്തിച്ചേക്കാം. ഇതേക്കുറിച്ച് ഞാൻ വീഡിയോയിൽ തന്നെ വിശദമായിട്ട് പറയാം. അതിന് മുൻപായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റും സേവിങ്സും ഒക്കെ തുടങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ കയ്യിലുള്ള പണം, ആ പണം സുരക്ഷിതമായി എപ്പോഴും ഇരിക്കാനുള്ളൊരു വഴി അതുകൂടി നിങ്ങൾ തേടേണ്ടതായിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ്സ് പലതും നമ്മൾ 10-20 വർഷങ്ങൾ അങ്ങനെ ലോങ് ടേമിലേക്കൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിനിടയിലുണ്ടല്ലോ നിങ്ങളുടെ കയ്യിലുള്ള പണത്തിൻ്റെ ഒരു വലിയ ഭാഗം അത് നഷ്ടപ്പെടാനായിട്ട് അധികം സമയമൊന്നും വേണ്ട. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ചിലവ് വന്നെന്ന് വിചാരിക്കുക. അത് വന്നാൽ മതി. കാരണം നമ്മുടെ നാട്ടിൽ ആ രീതിയിലാണ് ദിനംപ്രതി ഇപ്പോൾ ഹോസ്പിറ്റൽ ചിലവുകളൊക്കെ വർദ്ധിച്ചു വരുന്നത്. ഒരു പനി വന്ന ഹോസ്പിറ്റലിൽ നമ്മൾ കുറച്ച് ദിവസം ഒന്ന് അഡ്മിറ്റ് ആയാൽ 20,000-30,000 രൂപ എന്ന നിലയിലൊക്കെ നമുക്ക് ഹോസ്പിറ്റൽ ബില്ല് വരും. ഇനി ഹൃദ്രോഗങ്ങളോ കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ ക്യാൻസറൊക്കെ ആണെങ്കിൽ 20-30 ലക്ഷം വേണ്ടി വരും. ചിലപ്പോൾ അതിലും കൂടുതലൊക്കെ ആയേക്കാം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഉള്ള സ്വത്തുക്കളൊക്കെ എണ്ണിപ്പെറുക്കി ആശുപത്രിയിൽ കൊണ്ടുപോയി കൊടുക്കേണ്ടി വന്നിട്ടുള്ള അവസ്ഥ പലർക്കും വന്നത് അതെനിക്ക് നേരിട്ടറിയാം. ഒരുപക്ഷെ നിങ്ങളിൽ പലരും അത്തരം അനുഭവങ്ങൾ കണ്ടിട്ടുണ്ടാവാം. ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഒരുപക്ഷെ സംഭവിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഇനി ആ ഒരു അവസ്ഥ നമുക്കാർക്കും വരാതിരിക്കാനായിട്ട് നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ്, അതും നല്ലൊരു കമ്പനിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന കാര്യം നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരും ഒന്ന് പരിഗണിക്കേണ്ടതാണ്. ഇത് പറയുമ്പോൾ ഒരുപക്ഷെ കുറേ പേർ എന്നോട് ചോദിച്ചേക്കാം, അതായത് ഏത് കമ്പനിയുടേതാണ് മികച്ച ഹെൽത്ത് ഇൻഷുറൻസ് എന്ന്. ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തർക്കും വേറെ വേറെ ഇൻഷുറൻസ് കമ്പനികളുടെ പ്ലാൻസ് ആയിരിക്കാം ഒരുപക്ഷെ യോജിക്കുന്നത്. അത് കണ്ടെത്താൻ ഏറ്റവും എളുപ്പം വിവിധ കമ്പനികളുടെ പ്ലാനുകൾ ഉണ്ടല്ലോ. വിവിധ കമ്പനികളുടെ പ്ലാനുകൾ, അത് കോസ്റ്റ്, ഫീച്ചേഴ്സ്, ബെനിഫിറ്റ്സ് ഇതെല്ലാം കമ്പയർ ചെയ്ത് നമ്മൾ നോക്കണം. അതായത് വില, ഫീച്ചേഴ്സ് ഒക്കെ താരതമ്യം ചെയ്ത് നമ്മൾ എടുക്കുക എന്നുള്ളതാണ് പ്രധാനം. അതിനുള്ള ലിങ്ക് ഏതായാലും ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമൻറ്റിൽ നൽകിയേക്കാം. നിങ്ങളൊന്ന് ആ ലിങ്കിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് യോജിച്ച പ്ലാനുകൾ വിവിധ കമ്പനികളുടെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. മാത്രമല്ല ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ 25% വരെ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ GST ഒക്കെ ഒഴിവാക്കിയത് പലരും അറിഞ്ഞു കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ 10 ലക്ഷത്തിൻ്റെ കവറേജിന് കൊടുക്കുന്ന പൈസ കൊണ്ട് ഇപ്പോൾ നമുക്ക് 15-20 ലക്ഷം രൂപ വരെ കവറേജ് എടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ഒരാളും ഒരു വ്യക്തിയും പിന്നത്തേക്ക് ഒരു കാരണവശാലും മാറ്റിവെക്കരുത്. മാത്രമല്ല മാസം 400 രൂപ 500 രൂപ മുതൽക്കുള്ള ഹെൽത്ത് പ്ലാൻസ് ഒക്കെ ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ് എന്നതാണ് മറ്റൊരു പ്രധാന സവിശേഷത. അതും 1 കോടി രൂപ വരെ കവറേജ് ഉള്ളത് നമുക്ക് എടുക്കാനും സാധിക്കും. ഇനി എല്ലാവർക്കുമുള്ള ഒരു സംശയമാണ്, നമ്മൾ ഓൺലൈൻ വഴി എടുത്താൽ ക്ലെയിം ചെയ്യുന്നതിന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ, പ്രശ്നമുണ്ടാകുമോ എന്ന്. ക്ലെയിം കിട്ടുമോ എന്ന് ഒരുപാട് ആളുകൾ ചോദിക്കും. ഇനി നിങ്ങൾക്ക് ക്ലെയിമിൻ്റെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാൽ തന്നെ സഹായത്തിനായിട്ട് അവർ തന്നെ ഒരു ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജർ അടക്കമുള്ള ഒരു ടീമിനെ ഏർപ്പാടാക്കി തരാറുണ്ട്. ക്ലെയിം സപ്പോർട്ട് എല്ലാം 30 മിനിറ്റിനുള്ളിൽ തന്നെ അവർ നിങ്ങൾക്ക് നൽകും. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പറയുന്നു, ഇത് പിന്നത്തേക്ക് ഒരിക്കലും മാറ്റി വയ്ക്കരുത്. നിങ്ങൾക്ക് പറ്റാവുന്ന തുകയ്ക്ക് ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാവരും എന്തായാലും എടുത്തു വെക്കണം. ഞാൻ ഏതായാലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങളും ഏതായാലും ഒരെണ്ണം നിർബന്ധമായിട്ടും എടുത്തു വെക്കുക. അപ്പോൾ അത്തരത്തിൽ എടുക്കാൻ എളുപ്പമെന്നോണം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതോടൊപ്പം തന്നെ കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന QR കോഡ് ഉണ്ടല്ലോ, അതൊന്ന് സ്കാൻ ചെയ്താലും മതിയാകും. അപ്പോൾ പണക്കാരനാകാനായി നിങ്ങൾ പണം നന്നായി മാനേജ് ചെയ്താലോ ഇൻവെസ്റ്റ് ചെയ്താലോ മാത്രം പോരാ,
ആ പണം അത് സംരക്ഷിക്കാനുള്ള വഴികൾ, അതിൽ ഏറ്റവും ആദ്യം പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത്. അത് ഞാൻ ആദ്യമേ പറഞ്ഞു. ഇനി അത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഈ ഇത്തരം അസുഖങ്ങളും അതോടൊപ്പം തന്നെ ഈ ആശുപത്രി ചെലവുകളും മാത്രമല്ല അപ്രതീക്ഷിതമായിട്ട് കടന്നു വരിക. അതിലും വലിയ അത്യാഹിതമൊക്കെ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. ഉദാഹരണത്തിന്, നിങ്ങളുടെ വീട്ടിലെ ഒരു ഏണിംഗ് മെമ്പർ ആണെന്ന് കരുതുക. അതായത് നിങ്ങളെ ആശ്രയിച്ചാണ് നിങ്ങളുടെ കുടുംബം മുന്നോട്ട് പോകുന്നത്. പെട്ടെന്ന് അപ്രതീക്ഷിതമായി തന്നെ നിങ്ങൾക്ക് മരണം സംഭവിക്കുകയാണ്. ഇപ്പോൾ ഒരു 37 വയസ്സുള്ള ഒരു വ്യക്തി, അയാളുടെ കാര്യം എടുക്കുക. അയാൾക്ക് ഭാര്യയും അതോടൊപ്പം തന്നെ പ്രായമായ മാതാപിതാക്കള്, 2 കുട്ടികളൊക്കെ ഉണ്ട്. ഇത്തരത്തിൽ ആ വ്യക്തി മരണപ്പെട്ടാൽ പിന്നീട് അയാളുടെ കുടുംബം എങ്ങനെ മുന്നോട്ട് ജീവിക്കും? പ്രിയപ്പെട്ട ഒരാൾ നഷ്ടപ്പെട്ട വേദനയോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടൊരു കുടുംബം അവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ മുന്നോട്ട് അനുഭവിക്കുകയും ചെയ്യും. അത് എത്ര നാൾ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അവരുടെ ആ കുട്ടികൾ വളർന്ന് വലുതാകുന്നത് വരെ, അതായത് ഒരു 15-20 വർഷമൊക്കെ ഒരുപക്ഷെ വേണ്ടി വന്നേക്കാം. അല്ലെങ്കിൽ പിന്നെ അത്രയും വലിയ കോടാനുകോടി സ്വത്തുക്കളൊക്കെ നമുക്ക് സമ്പാദിച്ചു വെക്കാനായിട്ട് പറ്റണം. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ച്, ഒരു വ്യക്തിയെ സംബന്ധിച്ച് കോടിക്കണക്കിന് സ്വത്തുക്കളൊന്നും സമ്പാദിച്ചു വെക്കാനായിട്ട് പറ്റണമെന്നില്ല. കൂടാതെ വർഷം തോറും നമ്മുടെ ചിലവുകളൊക്കെ തന്നെ വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും മാസം ഒരു 400-500 രൂപ പോലെയുള്ള ചെറിയ തുക മാറ്റി വയ്ക്കാൻ സാധിക്കില്ലേ? അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് നമുക്ക് ചിലവ് കുറഞ്ഞ എങ്കിലും വളരെ ഉപകാരപ്രദമായിട്ടുള്ള വലിയ കവറേജ് ഉള്ള ഒരു ടേം ഇൻഷുറൻസ് എടുത്തു വെക്കാൻ സാധിക്കും. അങ്ങനെ 2 കോടി രൂപ വരെ കവറേജ് കിട്ടുന്ന പ്ലാൻസ് ഒക്കെ നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഈ കവറേജ് തുക കൊണ്ട് നമ്മളില്ലാതായാലും നമ്മളുള്ളപ്പോൾ നമ്മുടെ കുടുംബം എങ്ങനെയാണോ ജീവിച്ചിരുന്നത് അങ്ങനെ തന്നെ അവർക്ക് തുടർന്ന് മുന്നോട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. ഞാൻ ഇതിനു മുൻപ് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ടേം ഇൻഷുറൻസ് നമുക്ക് ഇന്ത്യയിലെ പ്രമുഖ ഇൻഷുറൻസ് കമ്പനികളെയൊക്കെ തന്നെ താരതമ്യം ചെയ്തുകൊണ്ട് എടുക്കാൻ പറ്റും എന്ന കാര്യം. അതിനു വേണ്ടിയിട്ടുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതോടൊപ്പം തന്നെ കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി ക്യാൻസർ പോലെയുള്ള ഗുരുതര രോഗങ്ങളോ അല്ലെങ്കിൽ അപകടത്തിലൊക്കെ എന്തെങ്കിലും അംഗവൈകല്യമൊക്കെ സംഭവിച്ചാൽ പോലും കവറേജ് കിട്ടുന്ന രീതിയിൽ, അതായത് ബേസിക് പോളിസിയുടെ കൂടെ അഡീഷണൽ ആയിട്ട് നമുക്ക് റൈഡേഴ്സ് കൂടി ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി പലരും ചിന്തിക്കുന്നതാണ്, ഞാൻ 20-30 വർഷമൊക്കെ ഈ ടേം ഇൻഷുറൻസ് പ്രീമിയം അടച്ചിട്ട് എനിക്കൊന്നും സംഭവിച്ചില്ലെങ്കിൽ, ഞാൻ മരിച്ചില്ലെങ്കിൽ അത്രയും പൈസ വെറുതെ പോയില്ലേ? പക്ഷേ ഇത് നമ്മൾ നമ്മുടെ കുടുംബത്തിൻ്റെ സുരക്ഷയ്ക്കും നമ്മുടെ ഒരു സമാധാനത്തിനും വേണ്ടിയിട്ട് എടുത്തു വയ്ക്കുന്നതാണ് എന്നൊരു കാര്യം എല്ലാവരും ആദ്യം തന്നെ മനസ്സിലാക്കുക. ഇനി ടേം ഇൻഷുറൻസിൻ്റെ കാലാവധി അത് കഴിഞ്ഞും ഒന്നും നമുക്ക് സംഭവിച്ചില്ലെങ്കിൽ അടച്ച പ്രീമിയം റീഫണ്ട് ചെയ്യുന്ന തരത്തിലുള്ള പ്ലാനുകൾ വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ സാധിക്കും. അങ്ങനെയുള്ള പലതരം പ്ലാനുകൾ നോക്കി കൃത്യമായി താരതമ്യം ചെയ്തുകൊണ്ട് അത് 15% വരെ ഡിസ്കൗണ്ടിൽ ടേം ഇൻഷുറൻസ് നിങ്ങൾക്ക് എടുക്കാം. സോ അതിനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതോടൊപ്പം തന്നെ കമൻറ്റിലും നൽകിയിട്ടുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതിയാകും. സോ ഇവിടെ എല്ലാവരും മനസ്സിലാക്കുക, ഇത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക സുരക്ഷയുടെ ഒരു കാര്യമാണ് എന്നതാണ് പരമപ്രധാനം. അതിലേക്ക് ചെറിയ പണം മാറ്റിവെക്കുന്നതിൽ ആരും തന്നെ യാതൊരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല. സോ എല്ലാവരും തന്നെ ഇപ്പോൾ തന്നെ നിങ്ങളെല്ലാവരും ഡിസ്ക്രിപ്ഷൻ അതോടൊപ്പം കമൻറ്റിൽ കൊടുത്തിട്ട് ലിങ്ക് ചെക്ക് ചെയ്തോളുക. കാരണം നമ്മുടെ കുടുംബത്തിലെ ആർക്കെങ്കിലും ഒരു രോഗം വന്നാലോ അല്ലെങ്കിൽ മരണം സംഭവിച്ചാലോ പോലും നമ്മുടെ മാനസിക നിലയോടൊപ്പം തന്നെ സാമ്പത്തിക നിലയും മോശമാകും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാവിയുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെ സുരക്ഷയ്ക്കുമായിട്ട് പണം സമ്പാദ്യമൊക്കെ വളർത്തുന്നതിനും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുമൊക്കെ മുൻപായിട്ട് തന്നെ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഒരു ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും നിർബന്ധമായിട്ടും എടുത്തു വെക്കേണ്ടതാണ്. ഇത് നാളത്തേക്ക് മാറ്റി വെക്കേണ്ട കാര്യമല്ല, ആർക്കും എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ തന്നെ എടുത്തു വെക്കുക. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളൊരു എമർജൻസി ഫണ്ട് എപ്പോഴും നമ്മൾ റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ്. അതായത് നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് ജോലി നഷ്ടപ്പെടുകയാണ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നെന്ന് വിചാരിക്കുക, നമുക്കൊരു പരിക്ക് പറ്റി. അപ്പോൾ അങ്ങനെ വന്നാൽ നമുക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥ അത് മാറുന്നത് വരെയോ അല്ലെങ്കിൽ പുതിയ ഒരു ജോലി ലഭിക്കുന്നത് വരെയോ ടെമ്പററി ആയിട്ടാണെങ്കിലും നമുക്ക് വരുമാനം നിലയ്ക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുടുംബത്തിന് ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം ചിലവുകൾ നടത്തിക്കൊണ്ട് പോകാൻ ആവശ്യമായ പണം അത് ബാങ്ക് FDയിലോ അല്ലെങ്കിൽ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടിലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഓർക്കണം, അത് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ആയിരിക്കണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. എമർജൻസി ഫണ്ട് എത്ര മാറ്റി വയ്ക്കണമെന്നാണ് നിങ്ങൾ പലരും ചിന്തിക്കുന്നതെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ മാസവരുമാനം, ഒരു ഉദാഹരണം പറയുകയാണ്, 30,000 രൂപയാണ് മാസവരുമാനം എന്ന് വയ്ക്കുക. അപ്പോൾ നമ്മുടെ 6 മാസത്തെ ചിലവുകൾ, അതായത് 30,000 × 6 1,80,000 രൂപ, അല്ലെങ്കിൽ 1 വർഷത്തെ ചിലവുകൾക്കുള്ള 3,60,000 രൂപ നമുക്ക് മാറ്റിവെക്കാം. അങ്ങനെ അത് ഓരോ മാസവും ശമ്പളത്തിൽ നിന്ന് ഒരു ചെറിയ തുക അതിലേക്കായിട്ട് മാറ്റിവെക്കണം. ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി പണക്കാരനാകാൻ, സമ്പന്നനാകാൻ നമ്മൾ ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം നമ്മുടെ പണം വളർത്തുക എന്നുള്ളതാണ്. അതിനായി നമുക്ക് മുന്നിലുള്ളത് 3 ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണ്. അതായത് ഫിക്സഡ് ഇൻകം അസറ്റ്സ്, ഇക്വിറ്റി, റിയൽ അസറ്റ്സ്.
ഇതിൽ ഫിക്സഡ് ഇൻകം അസറ്റ്സ് എന്ന് വെച്ചാൽ നമുക്ക് ഫിക്സഡ് റിട്ടേൺസ് തരുന്ന ബാങ്ക് FDകൾ, അതോടൊപ്പം തന്നെ RDകൾ, സർക്കാർ ബോണ്ടുകൾ, കോർപ്പറേറ്റ് ബോണ്ടുകൾ, ഡെപ്റ്റ്, അതോടൊപ്പം തന്നെ മ്യൂച്വൽ ഫണ്ടുകൾ, ഇവയെല്ലാം തന്നെ നമുക്ക് ഫിക്സഡ് റിട്ടേൺസ് നൽകുന്നതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണത്തിന് റിസ്ക് കുറവായിരിക്കും. അതുപോലെ റിട്ടേൺസും താരതമ്യേന കുറവായിരിക്കും. നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മുടെ രാജ്യം ഒരു ഡെവലപ്പിംഗ് കൺട്രി ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നിക്ഷേപിച്ചാൽ റിട്ടേൺസ് ലഭിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഇക്വിറ്റി അസറ്റ്സ് ആയ മ്യൂച്വൽ ഫണ്ട്, സ്റ്റോക്സ്, ETF എന്നിവയെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ ശ്രദ്ധിക്കണം, ഇക്വിറ്റി ഫണ്ട്സ് അതിൽ റിസ്ക് കൂടുതലാണ്. ഇനി അടുത്തതായിട്ട് റിയൽ അസറ്റ്സ് ആണ്. അതായത് റിയൽ എസ്റ്റേറ്റ്, ഗോൾഡ്, സിൽവർ എന്നിവയിലൊക്കെ നമുക്ക് നമ്മുടെ പണത്തിൻ്റെ കുറച്ചു ഭാഗം നിക്ഷേപിക്കും. ഇങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്ത് നിക്ഷേപിക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. എനിവേ, നിക്ഷേപ അവസരങ്ങളെക്കുറിച്ച് വളരെ വിശദമായി തന്നെ നമ്മുടെ ചാനലിൽ മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അത്തരത്തിലുള്ള വീഡിയോ വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹമുള്ളവരാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അതൊന്ന് അറിയിച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതായത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഓർത്ത് വെക്കണം. പണക്കാരനാകണമെങ്കിൽ നമ്മൾ പണം ശരിയായ രീതിയിൽ അത് കൃത്യമായി മാനേജ് ചെയ്യാനും വളർത്താനും, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് സംരക്ഷിക്കാനും അറിഞ്ഞിരിക്കണം എന്നതാണ്. അതാണ് പരമപ്രധാനം. അപ്പോൾ പണം സംരക്ഷിക്കുന്നതിൻ്റെ ആദ്യപടി അപ്രതീക്ഷിതമായ സംഭവങ്ങളെ നേരിടാനായിട്ട് സാമ്പത്തികമായിട്ട് നമ്മൾ വളരെ പ്രിപ്പയർഡ് ആയിരിക്കണം എന്നതാണ്. അതിന് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും എന്തായാലും എടുത്തു വെക്കണം. ഞാൻ പറഞ്ഞു, GST ഒഴിവാക്കിയതോടൊപ്പം തന്നെ 25% വരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്വന്തമാക്കാവുന്നതാണ്. കൂടാതെ ടേം ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിലും അതിന് 15% വരെ ഡിസ്കൗണ്ടിലും ലഭിക്കുന്നതാണ്. ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും അതിനുള്ള ലിങ്കും നൽകിയിട്ടുണ്ട്. അതിൽ പോയാൽ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും സ്ക്രീനിൽ കാണുന്ന QR കോഡ് ഉണ്ടല്ലോ, അതൊന്ന് സ്കാൻ ചെയ്താലും മതി. മറ്റേതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങളുടെ സമ്പാദ്യം സുരക്ഷിതമാണെന്നും നിങ്ങളുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത അത് ദൃഢമാണെന്നും ഉറപ്പാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ പണക്കാരനാകണമെന്ന് ആഗ്രഹിക്കുന്നവർ, സമ്പന്നരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ, ജീവിതത്തിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോയായിട്ട് വരാം. അതായിരിക്കും. നന്ദി, നമസ്കാരം. കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.